നമസ്കാരം. നളിനി ജമീലയ്ക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല, ഒരു പരിചയപ്പെടുത്തലിൻ്റെയും. 2005 നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന പുസ്തകം ഇറങ്ങിയപ്പോൾ ഞെട്ടിവിറച്ചത് കേരളത്തിലെ പലരുമായിരുന്നു. ഇന്ന് നളിനി ജമീല നമുക്കൊപ്പമുണ്ട്, DNA പ്രേക്ഷകർക്കൊപ്പമുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി പറയണം, നമുക്കിപ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം. തൃശ്ശൂരിലെ ഒരു ഭേദപ്പെട്ട കുടുംബത്തിൽ ജനനം. ആ ഭേദപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഈ മേഖലയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ലൈംഗിക തൊഴിലാളി ആവണമെന്നോ, എന്നാൽ ലൈംഗിക തൊഴിലൊന്നും പറഞ്ഞിരുന്നില്ല, എന്നാലും മേച്ചവൃത്തിയിലേക്ക് വരണമെന്നൊന്നും വിചാരിച്ചു വന്നതല്ല. ഭർത്താവ് മരിച്ചുപോയി, 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയപ്പോൾ അമ്മായിമ്മ പറഞ്ഞന്ന് കൂലിപ്പണിക്ക് പോയാൽ 3.25 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അമ്മായിമ്മയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു 5 രൂപയാണ്. അപ്പോൾ 5 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടുകാരിയോട് ചോദിച്ചപ്പോഴാണ് ഞാൻ തൽക്കാലത്തേക്ക് ഒരു 10 ദിവസത്തേക്ക് മാർഗം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 ദിവസത്തേക്കുള്ള മാർഗം പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ എന്തായിരുന്നു വെച്ചാൽ 10 ദിവസത്തേക്കുള്ളൊരു മാർഗം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് എങ്ങനെയാണെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഒരാളുടെ കൂടെ പോകണം, നിനക്കൊരു 50 രൂപ കിട്ടും. അന്നത്തെ കാലത്ത്? അതെ, അന്നത്തെ കാലത്ത് 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5000-ന് സമം പോലെയാണ്. അപ്പോൾ 50 രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തുക. അപ്പോൾ കുറേ ദിവസം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പിന്നീട് എന്ത് വേണമെന്ന് ആലോചിക്കാമെന്ന്. അപ്പോൾ ഈ കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്ന് പറയണ മാതിരി ഈ കൂടെ പോകണം എന്നുള്ള വാക്ക് മനസ്സിലായതേയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് എങ്ങനെയാണ് ഇടപഴകുക അതേപോലെയാണ് അയാൾ ഇടപഴകുക, പക്ഷെ അതിന് മറ്റേ എതിർപ്പൊന്നും ഇല്ലാണ്ട് സമ്മതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 24-25 വയസ്സുള്ള എനിക്കത് വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. ഒന്ന് ഭർത്താവ് മരിച്ചു, 1 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇത് അപമാനകരമായൊരു ജോലിയെന്നൊക്കെ വിചാരിക്കുക, അത് ജോലിയായിട്ടൊന്നും കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചിരുന്നില്ല. ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരാളുടെ കൂടെ പോവുക, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കുക, അതോടുകൂടി അത് നിർത്തി വേറെ എന്താ പിന്നീട് മാർഗം ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ നിന്ന് പറഞ്ഞു നടത്തുന്ന അവിടെ ഒരു നാടക ഹാളുണ്ടായിരുന്നു. അപ്പോൾ സംഗീത അക്കാദമിയുടെ തൊട്ടടുത്ത് അവിടെയാണ് പോയത്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ നാടകം നടക്കുന്ന ഹാളായതുകൊണ്ട് ഈ ഫുൾ കണ്ണാടിൻ്റെ ആയിരുന്നു. പിന്നെ എന്നെ കാണാൻ വന്ന ആൾ ഒരു സുരേഷ് ഗോപി ശൈലിയുള്ള നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു. പിന്നെ ആവശ്യത്തിന് മദ്യം, ഭക്ഷണം. അപ്പോൾ മദ്യം ഞാൻ അതിന് മുമ്പ് ചെയ്തു. അതെ, എനിക്ക് ചാരായം വാറ്റും ചാരായ വിൽപ്പനയായിരുന്നു. അതായത് ഹസ്ബൻഡിന് ചാരായ വാറ്റും എനിക്ക് ചാരായ വിൽപ്പനയായിരുന്നു. സുബ്രഹ്മണ്യന്. അപ്പോൾ അതുകൊണ്ട് ചാരായമൊക്കെ നല്ല പരിചയം, മദ്യം നല്ല പരിചയമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചൊരു ആഘോഷമായിട്ടുള്ള ഒരു രാത്രി, ഒരു ദിവസം എന്ന് പോലും ആലോചിച്ചില്ല, ഒരു ആഘോഷമായ ഒരു രാത്രി. അതിൽ നിന്ന് കിട്ടുന്ന 50 രൂപ, അതിൽ നിന്ന് ഞാനൊരു ആദ്യ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ മാതിരി, ഒരു ബിസിനസ്സിന് സ്റ്റാർട്ടിങ്ങിന് ഒരു പണം വേണം എന്ന് പറഞ്ഞ മാതിരി, എൻ്റെ ജീവിതത്തിന് സ്റ്റാർട്ടിങ്ങിന് ഒരു പൈസ കിട്ടും. ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ യാതൊരു വക പ്രശ്നമുള്ളൊരു ഏരിയ ആയിട്ടേ തോന്നിയില്ല. അയാളെ പരിചയപ്പെടുമ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ 9 മണിക്ക് 10 മണിക്കുള്ള ഇടയ്ക്കുള്ള സമയമാണ് കാണുന്നത്. പിറ്റേ ദിവസം 5 മണി വരെയാണ് അവരുടെ അടുത്ത് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവളാണ് തീരുമാനിച്ചിരുന്നത്, എൻ്റെ കൂട്ടുകാരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആകെപ്പാടെ ഒരു രാത്രിയിൽ ആരും അറിയാത്തൊരു ചെറിയ സംഭവമായിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷകരമായിട്ടാണ് അയാൾ പെരുമാറിയത്. 5 മണിയായപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒരാളെ കൂടെ തൻ്റെ അടുത്തേക്ക് വിടാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നതല്ല. നിങ്ങളൊരാളുണ്ട്, നിങ്ങളെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ വേണം. എൻ്റെ അവസ്ഥ പറഞ്ഞു ഞാൻ. അതൊന്നും പറ്റില്ല, 2ാമത്തെ ആളുടെ കൂടെ പോകണം. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ GP കയറിക്ക് പോവാമെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അടുത്തുള്ളൊരു ജംഗ്ഷനാണ് ഈ മിഷൻ ക്വാർട്ടേഴ്സ് എന്ന് പറയാം. മിഷൻ ക്വാർട്ടേഴ്സിൽ കൊണ്ട് ഇറക്കി 5ാമത്തെ നിമിഷത്തിൽ വേറൊരു ജീപ്പ് വന്ന് ഞങ്ങളെ 2ആളെയും പിടിച്ച് ജീപ്പിനകത്ത് കയറ്റി. പോലീസ് ജീപ്പ് തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ പോലീസ് ജീപ്പും സാധാ ജീപ്പും തമ്മിലുള്ള യാതൊരു വ്യത്യാസം എനിക്കറിയില്ല.
അപ്പോൾ അതിൽ പിടിച്ച് കയറ്റിയപ്പോൾ ഞാൻ അയാളോട് അവർ ചീത്ത പറഞ്ഞു. ഇവിടെ തന്നോട് ഞാൻ വണ്ടി വേണം എന്ന് പറഞ്ഞു. താൻ എന്തിനാ എന്നെ വണ്ടി കയറ്റുന്നത്? അപ്പോൾ അവർ രണ്ടാളും കൂടി അവർ രണ്ട് സൈഡിൽ നിന്നിട്ട് എന്നെ വണ്ടിയിലേക്ക് അങ്ങ് പിടിച്ച് തള്ളിയിട്ടു. അപ്പോൾ ഈ റോസി കൂടെയുള്ളവൾ, അവൾക്ക് കുറേ അനുഭവം ഉണ്ട്. അവൾ പറയുന്നുണ്ട് മിണ്ടായിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മിണ്ടായിരിക്കാൻ പറഞ്ഞപ്പോൾ നീ പൊടിയിടണം, നീയാണ് തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളോടും ബഹളമായി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നു. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലോകമാണെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെന്ന് പറയാൻ പറ്റിയൊരു ഏരിയ എന്ന് മാത്രമേ ഞാൻ പോലീസ് സ്റ്റേഷനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു തടിമാടൻ അവിടെ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ, ഭയങ്കര വയറുള്ള ആൾ. അപ്പം എനിക്ക് എന്തെങ്കിലും കണ്ട അതിനെ പറ്റിയിട്ട് എൻ്റെ മനസ്സിൽ വേറൊരു വിഷ്വൽ രൂപം കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ പോലീസുകാരനെന്ന് പറയുന്നത് കുടവയറുണ്ട്, ഇയാളെങ്ങനെ കള്ളനെ പിടിക്കാൻ ഓടുക? കള്ളനെ പിടിക്കാൻ ഓടണമെന്ന് മാത്രമേ പോലീസുകാരെ പറ്റി എനിക്കറിയുള്ളൂ. അപ്പം ഞാനിത് കണ്ട് ചിരിച്ചു. ഇയാളെ ഈ വയറിങ്ങനെ മേലോട്ട് പൊങ്ങി താഴ്ന്നപ്പോൾ അപ്പോൾ ചിരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോഴും ഈ റോസി മിണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പറയല്ല, അങ്ങനെ കാണിക്കുന്നുണ്ട്. മിണ്ടല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ എന്താ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത ഒരാളെന്ന് പുള്ളി വിചാരിച്ച് ഞാൻ അങ്ങനെ വളരെ കൂളായിരുന്നു. പക്ഷെ ഒരു 8 മണി കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലുള്ള മറ്റുള്ളതുകളൊക്കെ ഒന്ന് ഓണായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നീ എന്തറേ സാറിൻ്റെ കൂടെ കിടന്ന ഞങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു സാറിൻ്റെ കൂടെ കിടന്ന് ഇവരെങ്ങനെയാണ് അറിയൊരു സംവിധാനമല്ലോ, രാത്രിയാണ്. അപ്പോൾ രാമനിലയം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. രാമനിലയത്തിനകത്താണ്, ആരും അറിയില്ല. പോലീസുകാരന് രഹസ്യമായിട്ട് വരുന്നു, ഞാനും രഹസ്യമായിട്ട് പോണു. പേര് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു പോയിന്റിലേക്കല്ല ഇവർ പോകുന്നത്. അപ്പോൾ അയാൾ കുറേ ചീത്ത പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തറയിലിരിക്കടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് തറയിലിരിക്കാൻ തന്നെ തറയിലിരുന്നു. കാല് നീട്ടാൻ പറഞ്ഞു, കാല് നീട്ടി. ഈ കാല് നീട്ടി കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. മറ്റേ പോലീസുകാരൻ്റെ എത്ര കയ്യും ഇങ്ങനെ നീളം മറഞ്ഞ ഒരു വലിയൊരു ചൂരൽ കൊണ്ടിട്ട് കാലിലടിയിൽ ആദ്യം ഒരു അടി അടിച്ചു. ഈ പോലീസുകാരൻ നിൽക്കുന്നത് പിന്നീട് എൻ്റെ അറിവിൽ നിന്ന് മനസ്സിലായത് ഞാൻ കാല് വലിക്കുമ്പോൾ എൻ്റെ മുട്ടിടി ചവിട്ടാൻ വേണ്ടിയാണ് ഈ പോലീസുകാരൻ നിൽക്കുന്നത്. ഞാൻ അടിയിട്ടിപ്പം ഉണ്ടാതിരുന്നു. കാരണം ഈ 3.5 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുള്ളെങ്കിൽ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. ഈ തല്ല് കിട്ടി നല്ല ശീലമുണ്ട്. ഒരുപാടെന്നൊക്കെ പറഞ്ഞാൽ അയാൾ 5 ഷെല്ലിൻ്റെ ടോർച്ച് കൊണ്ടൊക്കെ എന്നെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ അടി കിട്ടിയ ശരീരമാണ്. അതുപോലെ ഇതിലും എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് നാത്തൂൻ പോരും അമ്മായിയമ്മ പോരും ഒരുപാട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊന്നും കാണുന്നല്ല നാത്തൂൻ പോരും അമ്മായിയമ്മ പോരും. കാരണം നാത്തൂന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. അമ്മ മിറ്റടിച്ച് ശരിയായില്ല, ശരി പോട്ടെ നാത്തൂനല്ലേ. അപ്പം അമ്മായിയമ്മ തെറി വിളിക്കും. എന്നിട്ട് അമ്മായിയമ്മ പറയും പോട്ടടി അവിടെ ചെറുപ്പല്ലേ. അങ്ങനെ ഇവർ രണ്ടാളും ഭയങ്കര എന്താ പറയുക, നമ്മുടെ പണ്ട് കാലത്തൊക്കെ നടി മീനയുടെ മാതിരിയുള്ള അഭിനയമായിരുന്നു. അപ്പം ഇതൊന്നും എനിക്ക് എൻ്റെ ഉള്ളിലൊന്നും അത് ഏശിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഈ ലോകം തന്നെ എങ്ങനെയായിരിക്കുന്നതാണ്. കാരണം വീട്ടിൽ നിന്നൊന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ അമ്മായിമ്മേൻ്റെ തലയിൽ ചെറുപത്തടി വെച്ച് അടിച്ചപ്പോഴാണ് അമ്മായിമ്മ പോരിന് ഇത്രത്തോളം ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മുന്നേ ഈ പറഞ്ഞ പോലെ തല്ലുകൊണ്ട് ശീലമുള്ളതുകൊണ്ട് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇയാൾ 3 അടി അടിച്ചു ഉള്ളംകാലിൽ. അടി എന്ന് പറഞ്ഞാൽ ഒരു അടി അടിച്ചാൽ നമ്മുടെ ഇന്ന് റെയിൽ വേദന എടുക്കും. ഉച്ചനിറയിൽ ഒരു ബോൾ ഇങ്ങനെ വന്ന് കുമ്പള പോലെ പൊട്ടുന്ന പോലെ തോന്നും. അത്ര വേദനയാണ്. മരണവേദന എന്നൊക്കെ പറയാം. അതാണ് പ്രസവനിക്ക് വലിയ വേദന എന്ന് പറയാം. അതൊന്നും നല്ല വേദന. പക്ഷേ അടി കൊണ്ടിട്ട് ഞാൻ വളരെ കൂളായിട്ട് നിന്നു. കാരണം എനിക്ക് എന്നെ അടിക്കാൻ അർഹതയില്ലാത്ത ഒരാളടിക്കുമ്പോൾ പ്രതിരോധിക്കുന്നതിലധികം ഞാനതിനെ എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ ഇനിയൊന്നും അല്ലടാ എന്നൊരു ഭാവത്തിൽ നിൽക്കുക. ഒരു ശീലം എനിക്ക് അന്ന് ഇന്നുമുണ്ട്.